നിലാസ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയ്ക്കിപ്പോൾ അസുഖം വന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഇപ്പോൾ അലീനയ്ക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ട് മാത്രമാണ് തൻ്റെ കൂടപ്പിറപ്പുകളുടെ സ്നേഹം അനുഭവിക്കാൻ അലീനയ്ക്കിപ്പോൾ കഴിഞ്ഞത്. അങ്ങനെയിരിക്കെ രോഹിത്തും കൃഷ്ണമോളും ചായയും കുടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. കൃഷ്ണമോളുടെ കയ്യിൽ പഠിക്കാനുള്ള പുസ്തകവുമുണ്ട്. അങ്ങനെ അവരിരുന്ന് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു. ഒന്ന് നോക്കിയാൽ അലീന ചേച്ചിക്ക് ഈ അസുഖം വന്നത് എന്തുകൊണ്ടും നന്നായല്ലേ രോഹിത്തേട്ടാ? അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ഒരാൾക്കൊന്നും മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും സമയമില്ല. എല്ലാവർക്കും അവരുടേതായ ഓരോ കാര്യങ്ങളും ചെയ്ത് ഈ വീട്ടിൽ തന്നെ നടക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിനെല്ലാത്തിലൊരു മാറ്റം വന്നില്ലേ, പ്രത്യേകിച്ച് ബബിത ചേച്ചിക്ക്. അത് നീ പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് സന്തോഷിച്ച് പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ അമ്മ മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു വിഷമവും ഉള്ളിലുണ്ട്. അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അച്ഛനോട് ചെറിയൊരു ദേഷ്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അമ്മയൊരു ഭാര്യയല്ലേ. ഇതുപോലെ സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടാകുന്ന മകളെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ ഏതൊരു സ്ത്രീ ആയാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രതികരിക്കുക. അത് ആർക്കായാലും സഹിക്കാൻ കഴിയില്ലല്ലോ. അതും പോരാതെ അവളെ ഈ വീട്ടിൽ തന്നെ വളർത്തുമ്പോൾ ആ ദേഷ്യം പിന്നെ ഇരട്ടിക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയെ നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല. കൃഷ്ണേ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്കാണ് അമ്മയുടെ ഈ അവസ്ഥ വരുന്നതെങ്കിൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? കൃഷ്ണയ്ക്ക് പക്ഷേ രോഹിത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നീ എന്താ മിണ്ടാണ്ട് നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? അതൊന്നുമില്ല രോഹിട്ടൻ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. രോഹിത്ത് അച്ഛനെക്കുറിച്ച് മോശമായി പറയുകയും അച്ഛനെ ഒരു കുറ്റക്കാരനായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് എല്ലാ കാര്യങ്ങളും രോഹിത്തിനോട് പറയാനായിട്ട് വെമ്പുകയായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാരോടും പറയണ്ട എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാതും മിണ്ടാതെ കേട്ട് നിൽക്കുകയായിരുന്നു കൃഷ്ണമോള്. ഇനി ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും ചേട്ടനോട് എല്ലാതും പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ രോഹിത്തിനോട് നുണയും പറഞ്ഞ് വേഗം അവിടെ നിന്ന് കൃഷ്ണമോള് താഴേക്ക് പോകുന്നു. താഴെ ഡൈനിങ് ടേബിളിൽ ബാലചന്ദ്രനും അലീനയും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോളാകട്ടെ വേഗം തന്നെ ഇത് കണ്ടപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അച്ഛാ, രോഹിത്തേട്ടൻ എന്നോടൊന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതായത് എല്ലാവരും ഇപ്പോൾ നല്ല സ്നേഹത്തിൽ നിൽക്കുമ്പോൾ അമ്മ മാത്രമല്ലേ എല്ലാത്തിനും എതിരെയായി മാറ്റി നിർത്തപ്പെടുന്നത്. അപ്പോൾ ചേട്ടന് അത് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അതിന് അച്ഛനെ മോശംകാരനാക്കി കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയിലുണ്ടാകുന്ന മകളെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഏതൊരു സ്ത്രീക്കായാലും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നില്ലേ? അതേല്ലേ അമ്മ ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കെല്ലാം ചേട്ടനോട് തുറന്നു പറയാൻ തോന്നുന്നുണ്ട്. കാരണം അച്ഛനോടുള്ള ദേഷ്യം ചേട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഇതുകൊണ്ടാണ്. അത് മാറണമെങ്കിൽ സത്യങ്ങളെല്ലാതും തന്നെ ചേട്ടൻ അറിയണ്ടേ അച്ഛാ? ചേട്ടനോട് അതുകൊണ്ട് എല്ലാതും തുറന്നു പറയുന്നതല്ലേ നല്ലത്? കൃഷ്ണമോളോടൊപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതൊന്നും നീ പറയാൻ നിൽക്കണ്ട. അവൻ അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അറിയട്ടെ. എന്തായാലും കുറേ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അവനിപ്പോൾ മാറി വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി ഈ വിവരവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഇനി എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവനിപ്പോൾ എന്നോടല്ലേ ദേഷ്യം. ആ ദേഷ്യം ഇപ്പോൾ അങ്ങനെ തന്നെ നിന്നോട്ടെ, സാരമില്ല. കാരണം അമ്മയോട് അവനുള്ളൊരു പ്രത്യേക സ്നേഹം, അത് ഇനി അമ്മയാണ് തെറ്റുകാരി എന്നറിയുമ്പോഴുള്ള അവൻ്റെ മാനസികാവസ്ഥ അത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിനി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോട്ടെ. എന്നാൽ അങ്ങനെ ആവട്ടെ അച്ഛാ, ഞാൻ എന്തായാലും ഒന്നും ചേട്ടനോട് പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ്
കൃഷ്ണമോളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതേതായാലും നന്നായി അച്ഛ. കാരണം അവൻ ഒരുപാട് വിഷമിച്ച് മനസ്സ് തളർന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്നും എല്ലാം മാറി ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി ഈ ഒരു കാര്യം കൂടി അറിഞ്ഞ് വെറുതെ എന്തിനാ അവൻ്റെ മനസ്സൊക്കെ വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ബാലചന്ദ്രനോട് അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് മോളെ ഞാനും പറയുന്നത്. കാരണം അവൻ എന്തിനാണ് എന്നോടൊരു ദേഷ്യം, അതങ്ങനെ കിടന്നോട്ടെ. പക്ഷേ സ്വന്തം അമ്മ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നറിയുമ്പോൾ ഏതൊരു മക്കൾക്കായാലും ആ ഒരു വിഷമം കുറച്ച് കൂടുതലായിരിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവനെ ഒന്ന് അറിയിക്കേണ്ടെന്ന്. കുറച്ചു നേരത്തിന് ശേഷം കിച്ചണിൽ ജോലി ചെയ്തിരുന്ന അലീനയുടെ അടുത്തേക്ക് കൃഷ്ണമോളും ചെല്ലുന്നുണ്ട്. നീ ഇനി അച്ഛൻ പറഞ്ഞതിനെതിരെയായി ഒന്നും ചെയ്യരുത് കേട്ടോ. നീ ആവശ്യമില്ലാത്തതൊന്നും ഇനി രോഹിത്തിനോടൊന്നും പറയല്ലേ. കാരണം അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, അവൻ്റെ മാനസികാവസ്ഥ അത്രയും മോശമായിട്ട് ഇപ്പോൾ അതിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നതല്ല അവനുള്ളൂ. ഇനി എന്തിനാണ് വീണ്ടും അവനെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അത് നിനക്ക് ഓർമ്മയിലുണ്ടാവണം കേട്ടോ. അവൻ എന്ത് വേണമെങ്കിലും ഇനി പറഞ്ഞോട്ടെ, നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. ഇല്ല ചേച്ചി, ഞാനായിട്ടൊന്നും പറയുന്നില്ല. വെള്ളം കുടിക്കാനായി ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന രോഹിത്ത് അലീനയും കൃഷ്ണമോളും കൂടി സംസാരിക്കുന്നത് കേട്ടാണ് വന്നത്. അത് എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് കാര്യമാണെന്ന് മനസ്സിലാക്കിയ രോഹിത്ത് ഒന്നും മിണ്ടാതെ തന്നെ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് തനിയിരിക്കുന്നത് കണ്ട് രോഹിത്ത് കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൃഷ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? ആ രോഹിയേട്ട ചോദിക്കുക. എന്നിൽ നിന്ന് നിങ്ങളെല്ലാവരും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അതായത് നീയും അലീന ചേച്ചിയും അച്ഛനും നിങ്ങളെല്ലാവരും എന്തോ എന്നിൽ നിന്നെന്തോ മറച്ചു വയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ സംസാരത്തിലും. അതായത് അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അലീന ചേച്ചി ശരിക്കും ആരാണെന്നുള്ള സത്യവും നിങ്ങൾക്കറിയാമായിരിക്കും. അതല്ലേ എന്നിൽ നിന്ന് ഈ മറിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് കേട്ടതും കൃഷ്ണമോള് ഷോക്കാവുകയാണ്. കാരണം ഇനിയെങ്ങാനും ചേട്ടൻ എന്തെങ്കിലും അറിഞ്ഞോ എന്നുള്ളൊരു പേടിയായിരുന്നു ആ സമയത്ത്. നിന്നോട് ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊന്നും നീ ഒരു മറുപടി പോലും പറഞ്ഞില്ല. അതുപോലെ തന്നെ അച്ഛനെ ഞാനൊരു തെറ്റുകാരനായി സംസാരിക്കുമ്പോഴെല്ലാം നിൻ്റെ മുഖത്ത് വളരെ ദേഷ്യമായിരുന്നു. അതൊന്നും മാത്രമല്ല, ഞാൻ വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് വന്നപ്പോൾ നീയും അലീന ചേച്ചിയും കൂടി എന്തോ ഒരു കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് എന്നോട് പറയണ്ട എന്നുള്ള കാര്യവും ഞാൻ കേട്ടു. അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, എന്താ എന്നിൽ നിന്ന് നിങ്ങളെല്ലാവരും ഒളിച്ചു വെക്കുന്നതെന്ന്. ഇനി ചേട്ടനോട് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് രോഹിത്തിനോട് എല്ലാ കാര്യങ്ങളും പറയാനായി ഒരുങ്ങുകയായിരുന്നു. ചേട്ടാ, ഇനി ഞാൻ എന്തായാലും ഒന്നും ഒളിപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാം. പക്ഷേ ചേട്ടനത് ക്ഷമാപൂർവം കേൾക്കണം എല്ലാ കാര്യവും. ചേട്ടൻ്റെ മാനസികാവസ്ഥ ഇത്രയ്ക്കും മോശമായിട്ടും അതിൽ നിന്ന് റിക്കവറായി വന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയും ആ ഒരു രീതിയിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാവരും ചേട്ടനിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ ഒളിച്ചു വെച്ചത്. ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇനി പോകില്ല. ആ ഒരു മനസ്സിനുള്ള കട്ടിയൊക്കെ ഇപ്പോൾ എനിക്കുണ്ട്. നീ എന്താന്ന് വെച്ച കാര്യം പറ. വെറുതെ എന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷനാക്കുന്നത്? ചേട്ടന് എന്താ കറക്റ്റ് അറിയണ്ടേ? അലീന ചേച്ചി ശരിക്കും ആരാണെന്നല്ലേ? ഞാൻ പറയാം. അലീന ചേച്ചി ശരിക്കും അച്ഛൻ്റെ മോളല്ല, നമ്മുടെ അമ്മയുടെ മകളാണ്. അമ്മയ്ക്ക് വിവാഹത്തിന് മുന്നേ മറ്റൊരാളിലുണ്ടായ മകളാണ് അലീന. കല്യാണത്തിന് മുന്നേ അമ്മ അങ്കിളിൻ്റെ വീട്ടിലായിരുന്നല്ലോ കുറേ നാൾ നിന്നിരുന്നത്. അവിടെ വെച്ച് അമ്മയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു. സ്റ്റാൻലി ജോസഫ് എന്നാണ് ആളുടെ പേര്. രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലും കല്യാണം വരെയും എത്തിയതൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ ആള് കല്യാണം കഴിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ നാട്ടിലേക്ക് വന്നതിന് ശേഷമായിരുന്നു അമ്മ ഗർഭിണിയായിരുന്നുള്ള കാര്യം അറിയുന്നത്. അത് ഇനി മറ്റാരും അറിയാതിരിക്കാൻ ഇവിടെ നിന്നും മാറി പുറത്തേതോ ഹോസ്പിറ്റലിലായിരുന്നു അമ്മയുടെ പ്രസവമൊക്കെ നടന്നത്. ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പക്ഷേ അമ്മയോട് അങ്കിളുമാരും എല്ലാവരും പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്.
അതുകൊണ്ട് തന്നെ അമ്മ കുറേ നാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊക്കെ ആയിരുന്നു. കാരണം പ്രണയിക്കുന്ന ആളെയും നഷ്ടപ്പെട്ടു, സ്വന്തം കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇനിയൊരു വിവാഹം പോലും ഇനി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോടെല്ലാം വാശിക്ക് നിൽക്കുകയായിരുന്നു. അങ്കിൾമാരെല്ലാവരും ഒരുപാട് ആലോചനകൾ കൊണ്ടുവന്നിട്ടും ഒന്നിനു പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയായിരുന്നു അച്ഛൻ്റെ ഈ ആലോചന അമ്മയ്ക്ക് വരുന്നത്. നമ്മുടെ അച്ഛൻ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് പുറത്തായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്നൊക്കെ അച്ഛൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ അച്ഛന്. ആ ഒരു രീതിക്കാണ് അച്ഛൻ നല്ലൊരു ജോലിയും ബിസിനസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ആലോചനയുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. അമ്മ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല. പിന്നീട് എല്ലാവരും നിർബന്ധിച്ചതിന് ശേഷം അമ്മ അച്ഛനുമായുള്ള വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം ചേച്ചി ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് എല്ലാവരും ഈ വിവരം അറിയുന്നത്. പക്ഷേ നമ്മുടെ അമ്മ മാത്രം അലീന ചേച്ചി സ്വന്തം മകളാണെന്നുള്ള സത്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു? അലീന ചേച്ചി പറഞ്ഞോ? അലീന ചേച്ചി ഒരിക്കലും ഈ വിഷയം ആരോടും പറയില്ലായിരുന്നു എന്ന് മനസ്സിലുറപ്പിച്ചു തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. അനാഥാലയത്തിൽ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചപ്പോൾ അലീന ചേച്ചിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ മുത്തശ്ശനാണ്. നമ്മുടെ മുത്തശ്ശന് അറിയാമായിരുന്നു എല്ലാ വിവരവും. മുത്തശ്ശൻ തന്നെയാണ് അനാഥാലയത്തിലേക്ക് കുഞ്ഞിനെ മാറ്റിയത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആരാണെന്ന് അറിയില്ലെങ്കിലും അലീന ചേച്ചിക്ക് അറിയാമല്ലോ സ്വന്തം അമ്മയാണെന്ന്. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കാമെന്നല്ല വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു ഈ വീട്ടിലേക്കും അലീന ചേച്ചി വന്നത്. അപ്പോൾ അച്ഛൻ എന്നിട്ട് എന്താ ആരോടും ഈ വിവരങ്ങളൊന്നും പറയാതെ അച്ഛൻ്റെ മകളാണ് അലീന എന്നൊക്കെ പറഞ്ഞത്? അതാ രോഹിയേട്ട നമ്മുടെ അച്ഛൻ്റെ മനസ്സ്. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അമ്മയോടൊരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് അച്ഛൻ ചോദിച്ചിട്ടില്ല. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ അച്ഛൻ്റെ ഭർത്താവല്ലേ. സ്വന്തം ഭാര്യയിൽ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടെത്തുമ്പോൾ എന്തായാലും പ്രതികരിച്ചു പോവും. പക്ഷേ നമ്മുടെ അച്ഛൻ ചെയ്തത് ആ മുറിയിൽ നിന്നുള്ള സ്ഥാനം മാറ്റിയെന്ന് മാത്രമേ അല്ലേ ഉള്ളൂ. അതിനും മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം അമ്മ എന്തൊക്കെ രീതിയിലാണ് അച്ഛനുമായി തല്ലുപിടിച്ചത്. പക്ഷേ അച്ഛനൊരു വാക്ക് പോലും അമ്മയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു കാര്യം അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ അതൊരിക്കലും ചെയ്യുകയില്ല. രോഹിത്തിന് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരിക്കൽ പോലും അമ്മയുടെ ഭാഗത്ത് ഇങ്ങനെയൊരു മോശം അവസ്ഥ ഉണ്ടായെന്ന് വിശ്വസിക്കാൻ രോഹിത്തിന് കഴിഞ്ഞിരുന്നില്ല. ചേട്ടനിങ്ങി ഇതാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മയോട് ഇനിയൊന്നും ചോദിക്കാനും പോണ്ട. കാരണം അച്ഛൻ പോലും അമ്മയോടൊന്നും ചോദിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് അമ്മയോട് ഇനി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചോദിക്കണ്ട കേട്ടോ. കൃഷ്ണേ, ഞാനപ്പോൾ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എത്രമാത്രം തെറ്റായിരുന്നു അല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. കാരണം അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റെന്നല്ലേ ഞാൻ വിചാരിച്ചിരുന്നത്. അമ്മയെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നതും ഈ അച്ഛൻ്റെ മകളാണ് അലീന എന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ സമ്മതിയില തെറ്റിപ്പോയി. അതാ ഞാൻ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത് സാരമില്ല ചേട്ടാ, ചേട്ടനൊന്നും അറിയാത്തതുകൊണ്ട് പറഞ്ഞതല്ലേ, അതിനെക്കുറിച്ച് ഇനി വിഷമിപ്പിക്കേണ്ട. അതും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് രോഹിത്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണല്ലേ അങ്കിൾ വന്നപ്പോൾ ഒരു ദിവസം അമ്മയോട് പറഞ്ഞത് പണ്ട് പിഴച്ച നടന്ന കഥകളൊന്നും മക്കൾ അറിയണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ഒന്നും എതിരെ പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ആലോചിച്ചിരുന്നു, കാരണം അങ്കിളിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കത് എതിർത്ത് സംസാരിച്ചൂടെ. പക്ഷേ ആ സമയത്ത് അമ്മ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇപ്പോഴല്ലേ അതിനൊക്കെ ഇങ്ങനെ ഒരു അർത്ഥമുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഇത്രയ്ക്കും മോശപ്പെട്ടൊരു സ്ത്രീയായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് രോഹിത്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.